3ാം ക്ലാസ്സിൽ 2022 നടന്ന താരീഖിൻ്റെ വാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പറാണിത്. മാർക്ക് 50. 1. യോജിച്ചവ ചേർക്കാം. ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. വറക്കത്ത് ബിൻ നൗഫൽ, ഹബ്ഷ, അബുൽ ഖാസിം, ഉമ്മു ഹബീബ, മാരിയത്തുൽ ഖിബ്തിയ ജബൽ നൂറിലാണ് റുഖിയ ബീവി. ഒന്നാമത്തെ ചോദ്യം, അബൂ സുഫിയാൻ്റെ മകൾ ഉമ്മു ഹബീബ. അതിൻ്റെ ഉത്തരം ഉമ്മു ഹബീബ. 2. ഉസ്മാൻ ബിൻ അഫ്ഫാൻ്റെ ഭാര്യ. അതിൻ്റെ ഉത്തരം റുഖിയ ബീവി. ഉസ്മാൻ ബിൻ അഫ്ഫാൻ്റെ ഭാര്യ റുഖിയ ബീവി. 3. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ രാജ്യമാണ് ഡേഷ്. അതിൻ്റെ ഉത്തരം ഹബ്ഷ. 4. പൂർവവേദങ്ങൾ പഠിച്ച പണ്ഡിതൻ. അതിൻ്റെ ഉത്തരം വറക്കത്ത് ബിനു നൗഫൽ. 5. ഹിറാ ഗുഹ ഡേഷ് ജബലിൻ നൂറിലാണ്. ഹിറാ ഗുഹ ജബലിൻ നൂറിലാണ്. 6. ഇബ്രാഹിമിൻ്റെ മാതാവ്. ഇബ്രാഹിം എന്ന കുട്ടിയുടെ മാതാവ്. അതിൻ്റെ ഉത്തരം മാരിയത്തുൽ ഖിബ്തിയ. മാരിയത്തുൽ ഖിബ്തിയ. 7. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപനാമം. അതിൻ്റെ ഉത്തരം അബുൽ ഖാസിം. 2. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളെ നമുക്ക് എടുത്തെഴുതാം. ബ്രാക്കറ്റിൽ തന്നത് മൂസ, ഖാസിം, സൈനബ്, ഖദീജ, റുഖിയ, ഉമ്മു കുൽസും, ഫാത്തിമ, അബ്ദുള്ള. ആൺമക്കൾ. ആൺമക്കളെ ഇവിടെ എഴുതാം. പെൺമക്കളെ ഇവിടെ എഴുതാം. ബ്രാക്കറ്റിൽ തന്നിട്ടുള്ളതിൽ ആരൊക്കെയാണ് ആൺമക്കൾ? ഖാസിം, അബ്ദുള്ള. ആ 2 പേര് ഇവിടെ എടുത്തെഴുതുക. ഖാസിം, അബ്ദുള്ള. നബി തങ്ങൾക്ക് 3 ആൺമക്കളാണ്. ഇബ്രാഹിം എന്നൊരു മകൻ കൂടി ഉണ്ട്. ബ്രാക്കറ്റിൽ തന്നതിൽ നിന്ന് ഇവിടെ എടുത്തെഴുതിയാൽ മതി. പെൺമക്കൾ സൈനബ്, റുഖിയ, ഉമ്മു കുൽസും, ഫാത്തിമ. 3 പൂർത്തിയാക്കാം. 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി 6 മാസം കഴിഞ്ഞാണ് ഫാത്തിമ ബീവി ഡാഷ്. അതിൻ്റെ ഉത്തരം വഫാത്തായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി 6 മാസം കഴിഞ്ഞാണ് ഫാത്തിമ ബീവി വഫാത്തായത്. മറ്റു മക്കളെല്ലാം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് തന്നെ വഫാത്തായിരുന്നു. 2. ഖുറൈശി ഗോത്രത്തിൽ ഖുവൈലിദിൻ്റെ മകളായിരുന്നു ഡാഷ്. ഖുവൈലിദിൻ്റെ മകളായിരുന്നു. അതിൻ്റെ ഉത്തരം ഖദീജ റളിയല്ലാഹു അൻഹ. ഖദീജ റളിയല്ലാഹു അൻഹ. നബി തങ്ങളുടെ പ്രിയപത്നി ഖദീജ റളിയല്ലാഹു അൻഹ. 3. നബി തങ്ങൾ വീട്ടിലെത്താതെ അബൂ ത്വാലിബ് ഭക്ഷണം ഡാഷ്. അതിൻ്റെ ഉത്തരം കഴിക്കുമായിരുന്നില്ല. 4. ഏതാനും ദിവസം സുവൈബത്തുൽ അസ്ലമിയ നബി തങ്ങൾക്ക് ഡാഷ്. സുവൈബത്തുൽ അസ്ലമിയ ഏതാനും ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുല കൊടുത്തു. അടുത്തത് 4ാമത്തെ വ്യക്തമാക്കാം. 1. ഹലീമ ബീവിയുടെ മകൻ. ഹലീമ ബീവിയുടെ മകനായിരുന്നു ലംറത്ത്. അതിൻ്റെ ഉത്തരം ലംറത്ത്. 2. ഹലീമ ബീവിയുടെ ഗോത്രം. ഹലീമ ബീവിയുടെ ഗോത്രം ബനു സാദ്. ബനു സാദ് ഗോത്രത്തിലാണ് ഹലീമ ബീവി. 3. ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ച വർഷം. നുബുവത്തിൻ്റെ 6ാം വർഷം. ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ച വർഷം നുബുവത്തിൻ്റെ 6ാം വർഷം. 4. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെറുപ്പം മുതലേ വിട്ടുനിന്നു എന്തിൽ നിന്നെല്ലാം. അതിൻ്റെ ഉത്തരം അക്രമം, അനീതി, ബിംബാരാധന തുടങ്ങിയവയിൽ നിന്ന്. 5ാമത്തെ ചോദ്യം ഉത്തരം എഴുതാം. 1. ഹബഷയിലേക്കുള്ള 2ാം ഹിജ്റ യാത്രയിൽ എത്ര പേരുണ്ടായിരുന്നു?
82 പുരുഷന്മാരും 18 സ്ത്രീകളും ഉണ്ടായിരുന്നു. 82 പുരുഷന്മാരും 18 സ്ത്രീകളും. 2. മക്കയുടെ ഉപനാമങ്ങൾ ഏതെല്ലാം? അതിൻ്റെ ഉത്തരം ബക്ക, ഉമ്മുൽ ഖുറ. 3. ഖദീജ ബീവിയുടെ കൂടെ നബി തങ്ങൾ താമസിച്ചു എത്ര കാലം? അതിൻ്റെ ഉത്തരം 25 വർഷം. 4. ഖുറൈശികളുടെ നിസ്സഹകരണം മൂലം നബി കുടുംബം താമസിച്ചു എവിടെ? അതിൻ്റെ ഉത്തരം ഷിഅബ് അബി ത്വാലിബിൽ. ഷിഅബു അബി ത്വാലിബിൽ. തെറ്റ് ശരിയാക്കി എഴുതാം. 1. നബി തങ്ങളുടെ പിതാമഹനായിരുന്നു അബൂ ത്വാലിബ്. അതിനെ ശരിയാക്കി എങ്ങനെ എഴുതാം? നബി തങ്ങളുടെ പിതാമഹനായിരുന്നു അബ്ദുൽ മുത്തലിബ്. നബി തങ്ങളുടെ പിതാമഹനായിരുന്നു അബ്ദുൽ മുത്തലിബ്. 2. മക്കയിലെ സാവ തടാകം വറ്റി വരണ്ടോ? സാവ തടാകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച സമയത്ത് ഇറാനിലെ സാവ തടാകം വറ്റി വരണ്ടോ? അതിൻ്റെ ഉത്തരം ഇറാനിലെ സാവ തടാകം വറ്റി വരണ്ടോ. 3. പുരുഷന്മാരിൽ നിന്ന് ആദ്യമായി വിശ്വസിച്ചത് ഉമർ റളിയല്ലാഹു അൻഹു. അത് തെറ്റാണ്. പുരുഷന്മാരിൽ നിന്ന് ആദ്യമായി വിശ്വസിച്ചത് അബൂബക്കർ റളിയല്ലാഹു അൻഹു. 4. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യ പത്നി ആയിഷ റളിയല്ലാഹു അൻഹ. എങ്ങനെ മാറ്റിയതാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യ പത്നി ഖദീജ റളിയല്ലാഹു അൻഹ.